ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു പുതിയ ഡ്രാമയാണ്. സീരീസിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടർഫുൾസ്. ഇതിനെപ്പറ്റി ഒരുവിധപ്പെട്ട എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. 4 മണ്ടന്മാർക്ക് സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു സിനാരിയോനെ ഭയങ്കര കോമഡി ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടും ഒക്കെ കാണിച്ചിട്ടുള്ള റീസെൻ്റ് ആയിട്ട് റിലീസായ ഒരു സൂപ്പർ ഹിറ്റ് ഡ്രാമയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കാണ്ട് സീരീസ് കണ്ടാലോ? അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ പുതുതായിട്ടൊരു ഫീച്ചർ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ ഗ്രോ ആയി പോകും. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട സീരീസിലോട്ട് കടന്നാലോ? എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളുടെ ഈ സീരീസിലെ നായികയായിട്ടുള്ള ചെയിനിനെ കാണിച്ചുകൊണ്ടാണ്. അവളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീ ബേർഡായിട്ട് ഭയങ്കര കുരുത്തക്കേടൊക്കെ ഉള്ളൊരു പെണ്ണിനെ പോലെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവളുടെ ജീവിതം അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവളാണെങ്കിൽ ഡോക്ടറിനെ മീറ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് മാരകമായിട്ടുള്ള ഹൃദയത്തിന് അസുഖമുണ്ട്, അതുകൊണ്ട് തന്നെ നീ അധികം നാൾ ജീവിച്ചിരിക്കത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചേനിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവൾക്ക് ഈ ലോകം മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കാണണമെന്ന്. അവളുടെ കയ്യിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അധിക സമയമില്ലല്ലോ. എന്നാൽ അവളുടെ മുത്തശ്ശി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിലടച്ച കിളിനെ പോലെയാണ് ഇവളെ വളർത്തുന്നത്. മുത്തശ്ശി അവിടുത്തെ ആ ഒരു സ്ഥലത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അവർക്ക് വലിയൊരു ഹോട്ടലും ഉണ്ട്. ഇവരാണെങ്കിൽ നമ്മളുടെ ചേനിയെടുത്ത് പറയുന്നത് തന്നെ, നീ എവിടേക്കും പോകണ്ട, നിനക്ക് അസുഖമുള്ളതാണ്, അതുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് ഉള്ളി തൊലിച്ച് തന്നാൽ മതി, ഞാൻ നിനക്ക് വേണ്ടത്ര ക്യാഷ് തന്നോളാം എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ചേനിയാണെങ്കിൽ എപ്പോഴും വിചാരിക്കും അവൾക്ക് എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ പോകണമെന്ന്. എന്നാൽ അവളെ കൊണ്ട് അതിന് സാധിക്കത്തില്ല. ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ചേനിയാണെങ്കിൽ ബിഹേവ് ചെയ്യുന്ന രീതിയെല്ലാം ഭയങ്കര വിയേർഡായിട്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ചേനിയാണെങ്കിൽ അവിടുത്തെ ഒരു മാർക്കറ്റിൽ കൂടി നടക്കാൻ നേരത്ത് കുറച്ച് ആൾക്കാരാണെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ പേരിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതായത് ലോകം അവസാനിക്കാൻ പോവുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഇത് കേൾക്കുന്ന നമ്മുടെ ചേനിയാണെങ്കിൽ അവരുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ലോകം അവസാനിക്കാൻ പോവുകയാണെന്നോ? എന്തിനാ പിന്നെ എന്നെ ഇങ്ങനെ കൊല്ലുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തൊന്ന് പറഞ്ഞൂടെ എൻ്റെ അസുഖം ഒന്ന് നേരെയാക്കി തരാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മളുടെ ചേനി നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. സത്യത്തിൽ ഈ സംഭവം എല്ലാം നടക്കുന്നത് 1999 കാലഘട്ടത്തിലാണ് കേട്ടോ. അതായത് ഇവിടെ നിൽക്കുന്ന ആ ആൾക്കാരുടെയൊക്കെ വാദം എന്ന് പറയുന്നത് 2000 ലോകം അവസാനിക്കും എന്നാണ്. ഇവിടെ നമ്മളുടെ ചേനി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും. ഇത് കാണുന്നതും എല്ലാവരും അവിടെ നിന്ന് സ്ഥലം കാലിയാക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ചേനിയായിരുന്നാലും അതിലേ നടന്നു പോകാൻ നേരത്ത് ഒരു കൊച്ചിറക്കം വന്നിട്ട് ഇവളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതാണ്. അവൻ്റെ കയ്യിലായിട്ട് ഒരു ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അവൻ ചോദിക്കും, ഐസ്ക്രീം വേണോ എന്ന്. ഇത് കേൾക്കുന്ന ചേനിയാണെങ്കിൽ ആ കൊച്ചിറക്കൻ്റെ ഐസ്ക്രീം അങ്ങ് തട്ടിപ്പറിച്ചിട്ട് അവൾ നല്ലതുപോലൊരു കടിയങ്ങ് കടിക്കും. ഇത് കാണുന്നേം ആ കൊച്ചിറക്കം ഭയങ്കരമായിട്ട് കിടന്ന് കരയാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ജിയോങ് എന്ന് പറയുന്ന നമ്മളുടെ നായകൻ വരും. ഇവനെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവൻ വേറെ ആരുമല്ല, നമ്മുടെ ട്രൂ ബ്യൂട്ടി എന്ന് പറഞ്ഞ സീരീസിലെ നായകൻ തന്നെയാണ്. അവൻ അവിടെ വന്നിട്ട് ആ കൊച്ചുകുട്ടിക്ക് ഒരു ലോലിപോപ്പ് എടുത്തങ്ങ് കൊടുക്കും. അങ്ങനെ അവൻ്റെ കരച്ചിലൊക്കെ നിൽക്കും. ഇവിടെയായിട്ട് നമുക്കാണെങ്കിൽ വേറൊരു ഡാർക്ക് സൈഡ് കാണിക്കും. ആ പരിസരത്ത് തന്നെ വലിയൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ആ പരിസരത്തുള്ള എല്ലാ വേസ്റ്റുകളും കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത്. അവിടെയായിട്ട് നമുക്ക് കാണിക്കും, അതായത് ബ്ലൂ കളറിലുള്ള എന്തോ ഒരു പ്രത്യേകതരം ലിക്വിഡും അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നുണ്ട്. അതും ഒരു പൈപ്പ് ലൈൻ വഴിയാണ് വരുന്നത്. ഇതൊരു മെഡിക്കൽ വേസ്റ്റ് ആണ്. അവിടെയായിട്ട് ഒരു പിച്ചക്കാരനാണെങ്കിൽ എന്തൊക്കെയോ വേസ്റ്റ് പറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടോട്ട് വരുന്നതാ. അയാൾ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ളത്തിലായിട്ട് മറിഞ്ഞങ്ങ് വീഴും. പെട്ടെന്ന് തന്നെ അയാൾക്ക് എന്തൊക്കെയോ ചേഞ്ചസ് ഫീൽ ചെയ്യും. അയാളുടെ ശരീരമെല്ലാം വേറെ ഏതോ ഒരു ജീവിയായിട്ട് മാറുന്നത് പോലെ. അത് കാണാൻ ഭയങ്കര വൾഗറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കംപ്ലൈൻറ്റ് ചെയ്യാൻ വരുന്നൊരു സ്ഥലത്തെയാണ്. ആ സ്ഥലത്താണ് ഒരുപാട് ഓഫീസേഴ്സും ഒക്കെ ഇരിപ്പുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ് ആദ്യമായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അവൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് അവർക്ക് എന്തൊക്കെയാണോ പ്രശ്നമുള്ളത് അതെല്ലാം കംപ്ലൈൻറ്റ് ചെയ്യും. ഇവിടെയായിട്ട് സോൺ എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ വന്നിട്ട് നമ്മളുടെ ജിയോങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെ എല്ലാം വേസ്റ്റ് വലിച്ചു വാരി ഇട്ടിരിക്കുക, ആ വേസ്റ്റ് കാരണം നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര സ്മെല്ലാണ് എന്നൊക്കെ. ഇവൻ പറയുന്ന സ്ഥലം വേറെ ഒന്നുമല്ല, നേരത്തെ ഭയങ്കരമായിട്ടുള്ള മെഡിക്കൽ വേസ്റ്റ് ഒക്കെ കൊണ്ട് ഡംപ് ചെയ്തിരുന്ന ഒരു സ്ഥലമില്ല, അതിനെ പറ്റിയിട്ട് തന്നെയാണ് ഒക്കെ കേൾക്കുന്നേ. നമ്മളുടെ ജിയോങ് ആയിരുന്നാലും സോണിനെ ആണെങ്കിൽ നല്ലതുപോലെ സമാധാനമാക്കിയിട്ട് അവിടെ നിന്ന് പറഞ്ഞങ്ങ് വിടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരപ്പൂപ്പനെയാണ്. അയാളെ കണ്ടാലേ നമുക്ക് മനസ്സിലാവും അയാളുടെ മാനസികാവസ്ഥയ്ക്ക് എന്തൊക്കെയോ തകരാറുണ്ട് എന്ന്. അയാളാണെങ്കിൽ വന്നിട്ട് പറയുന്നത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ മിസ്സിങ് ആണ് എന്ന്. ഇയാൾ പറയുന്ന വേറെ ആരെയും പറ്റിയല്ല, നമ്മളുടെ ആ വേസ്റ്റൊക്കെ ഡംപ് ചെയ്തിരുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേറൊരു മൃഗമായിട്ട് മാറിയ ഒരാളില്ലേ, ആ ആളിനെ പറ്റിയിട്ട് തന്നെയായിരുന്നു. ഇയാൾക്കാണെങ്കിൽ ആരും നീതി കൊടുക്കത്തില്ല. അയാൾ പറയുന്നത് തന്നെ ഞാനിവിടെ തൂപ്പ് ജോലിക്കാരനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജിയോങ് ആയിരുന്നാലും പുറത്തോട്ടിറങ്ങി
ഒന്ന് ബ്രേക്ക് എടുക്കാമെന്നും പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ഈ അപ്പൂപ്പൻ വന്നിട്ട് നമ്മളുടെ ജിയോങ്ങിൻ്റെ അടുത്ത് സംസാരിക്കും. എന്നിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്താണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ആൾക്കാരെല്ലാം കാണാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജിയോങ് വലിയ കാര്യമായിട്ട് റിയാക്ട് ചെയ്യത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഈ ആളുടെ അടുത്തായിട്ട് നേരത്തെ ആ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ ആ ഒരു സ്പിരിച്വൽ ആൾക്കാരില്ലേ, അവർ വരുന്നതാണ്. അവർ വന്നിട്ട് ഇയാളുടെ അടുത്ത് ഇത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഒരു ചെറുക്കം വരുന്നതും അവിടെ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അവിടെ കിടന്ന സാധനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഒരുമാതിരി ചപ്പാത്തി പോലെ ആയിരിക്കുന്നത്. ഇതൊക്കെ കാണുന്നേയും അയാൾ നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ വന്ന സ്പിരിച്വൽ ആൾക്കാരായിരുന്നാലും ഇയാളെ അങ്ങ് പിടിച്ചോണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ചേനിയുടെ മുത്തശ്ശീനെയാണ്. ഇന്ന് മുത്തശ്ശിയും ചേനിയും തമ്മിൽ വലിയൊരു അടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെയായിട്ട് ചേനി പറയും, എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യണമെന്നുണ്ട്, എന്തിനാ നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന്. ഇവിടെയായിട്ട് മുത്തശ്ശി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ സ്വന്തമായിട്ട് പൈസ സമ്പാദിച്ചിട്ട് നീ എവിടെയാണെന്ന് വെച്ചാൽ പോക്കോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല, പക്ഷേ എൻ്റെ കയ്യിലുള്ള ഒരു ചില്ലി കാശ് പോലും ഞാൻ നിനക്ക് തരത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചേനി പെട്ടെന്ന് തന്നെ ദേഷിച്ച് അകത്തോട്ട് കയറിപ്പോവും. അവൾ വേഗം തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന കുടുക്കിയൊക്കെ പൊട്ടിച്ചു വെക്കും. അതിനകത്തൊക്കെ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. അവൾ അങ്ങനെ തീരുമാനിക്കും ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചോടണോ എന്ന്. അങ്ങനെ അവളുടെ സ്യൂട്ട് കേസ് എടുത്തിട്ട് അതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ അവൾ അവിടുന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങുന്നതാ. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഈ മുത്തശ്ശിയുടെ കമ്പനിയില്ലേ, അതായത് ഹോട്ടൽ, അവിടെയായിട്ട് വർക്ക് ചെയ്യുന്ന വേറൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവൻ്റെ പേര് റോബിൻ എന്നാണ്. ചേനിയും റോബിനും പണ്ട് തൊട്ടേ ഒരുമിച്ച് പഠിച്ച ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇവിടെയായിട്ട് റോബിനെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. അവൻ ചോദിക്കും, ചേനി നീ എവിടോട്ടാ പോകുന്നേ എന്ന്. അവൾ പറയുന്നത് തന്നെ, ഞാൻ ഇവിടുന്ന് സ്ഥലം വിടാൻ പോവുക, എനിക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി കാണാം. ഇവിടെയായിട്ട് റോബിൻ ചോദിക്കും, അതിന് നിൻ്റെ കയ്യിൽ എവിടുന്നാ പൈസ? അപ്പോൾ നമ്മളുടെ ചേനി പറയുന്നത് തന്നെ, എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്, ഞാൻ ഇവിടുന്ന് പോകുകയെന്ന് പറഞ്ഞിട്ട് അവൾ അപ്പം തന്നെ അവിടെ നിന്ന് അങ്ങ് സ്കൂട്ടാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മിസ്റ്റർ സണ്ണിയാണ്. അയാളാണെങ്കിൽ എപ്പോഴും സർക്കാർ ഓഫീസിൽ എന്നിട്ട് ഭയങ്കരമായിട്ടുള്ള അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നാൽ നേരെ വീട്ടിൽ വന്നു കഴിഞ്ഞാലോ ഭാര്യയുടെ മുമ്പിൽ വെറും മിണ്ടാപ്പൂച്ചയാണ്. അവനവൻ്റെ ഭാര്യയുടെ മുമ്പിലായിട്ട് വാ തുറക്കത്തതേ ഇല്ല. അവൾ എന്തൊക്കെയാണോ വഴക്ക് പറയുന്നത് അതെല്ലാം കേട്ടിട്ട് മിണ്ടാതെ നോക്കി നിൽക്കും. ഇവിടെയായിട്ട് നമ്മുടെ ഈ മിസ്സസ് അണ്ണിനാണെങ്കിൽ ഒരു മോളും ഉണ്ട്. അവനാണെങ്കിൽ ആ കൊച്ചിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ചെല്ലും. മഴയായതുകൊണ്ട് കുടയായിട്ടാണ് പോകുന്നത്. എന്നാൽ പെങ്കൊച്ചിനായിരുന്നാലും അവളുടെ സ്വന്തം അച്ഛനെ കാണുന്നേ ഭയങ്കര നാണക്കേട് ഫീൽ ചെയ്യും. കാര്യം അവൻ എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഒപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കും. ഒന്നീ സ്ലിപ്പർ തെന്നിപ്പോവും, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തെറ്റിയടിച്ച് വീഴും. ഇവക്ക് തന്നെ അതൊക്കെ കാണുന്നേ ഭയങ്കര നാണക്കേടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ഈ മിസ്റ്റർ സോണാണെങ്കിൽ നേരെ വരുന്നതേ അവൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മളുടെ ചേനിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് റോബിനില്ലേ, അവൻ തന്നെയായിരുന്നു. രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നിട്ട് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആശ്വസിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് വേറൊരു സൈഡിൽ കാണിക്കുന്ന നമ്മളുടെ ചേനീനെ, അവൾ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലായിട്ട് വന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അത് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനൊരുങ്ങും. അവിടെ വെച്ചിട്ട് നമ്മളുടെ ജിയോങ്ങിനെ കാണും. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചിട്ട് സാധനങ്ങളെല്ലാം താഴെ വന്ന് വീഴും. രണ്ടുപേരും എടുത്തിരിക്കുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ കൂടുതൽ സസ്പീഷ്യസ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. ഇത് കാണുന്നത് നമ്മളുടെ ജിയോങ് ആയിരുന്നാലും ചേനിനെ ഒന്ന് ഡൗട്ട് അടിക്കും. ചേനി ആയിരുന്നാലും അവളുടെ ട്രോളി എടുത്ത് പൊക്കാൻ പറ്റാണ്ട് അവിടെ കിടന്നൊരു പിച്ചക്കാരൻ്റെ കാർട്ട് അതെടുത്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമായിരുന്നു. അത് അവൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുന്നതും അവിടെയായിട്ട് കറക്റ്റ് നമ്മളുടെ ജിയോങ് വരും. അവനിപ്പോൾ എന്തൊക്കെയോ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. അവൻ്റെ മനസ്സിൽ കൂടി പോകുന്നത് തന്നെ ഇനി മിക്കവാറും ഇവളെങ്ങാണുമാണോ ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം മിസ്സാക്കിക്കൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലർ എന്നും വെച്ചിട്ടാണ് അവൻ ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. അവൻ വേഗം തന്നെ നമ്മളുടെ ചേനിയുടെ കയ്യിലായിട്ട് കയറി പിടിക്കും. അവിടെയായിട്ടുണ്ടായിരുന്ന ആ ഒരു പിച്ചക്കാരൻ അങ്കിളില്ലേ, അയാളെ അവിടെ എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവനാണെങ്കിൽ അത് നല്ലതുപോലെ അങ്ങ് ഉറപ്പിക്കും. എന്നിട്ട് നമ്മളുടെ ചേനിയെടുത്ത് പറയും, മര്യാദയ്ക്ക് ആ സ്യൂട്ട് കേസ് എനിക്ക് തരണോ എന്ന്. എന്നാൽ ചേനിക്ക് മനസ്സിലാവത്തില്ലേ ഇവൻ എന്ത് പൊട്ടത്തര ഈ പറയുന്നേ, എന്തിനാ ഞാൻ എൻ്റെ ട്രോളി ബാഗ് അവന് കൊടുക്കുന്നേ എന്ന്. അവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാവും. ഇവിടെയായിട്ട് നമ്മളുടെ ചേനിയുടെ ബാഗ് ആയിരുന്നാലും ഭയങ്കരമായിട്ട് ഫില്ലായിട്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുകയും വലിക്കുകയും ചെയ്യുന്നതും ആ ട്രോളി ബാഗ് പൊട്ടി അങ്ങ് പോകും. നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ആ ട്രോളി ബാഗിൻ്റെ അകത്തായിട്ട് ഒരു വലിയൊരു ടെഡി ബിയർ ഇരിക്കുന്നുണ്ടായിരുന്നു. അതാണ് ആ ട്രോളി അത്രയും ഫില്ലായിട്ടിരിക്കാൻ റീസൺ. നമ്മുടെ ജിയോങ് ആയിരുന്നാലും എന്തെല്ലാം എക്സ്പെക്റ്റേഷൻ ആയിരുന്നു വെച്ചിരുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ ചേനിയുടെ കയ്യിൽ കുറേ വാളും കത്തിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതെല്ലാം അവളുടെ ദേഹത്തെ വീഴാൻ വേണ്ടിയിട്ട് വരുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ജിയോങ് അവളെ പിടിച്ചങ്ങ് ക്ലോസ് ആയിട്ട് നിർത്തും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവിടെ ഒരു റൊമാൻറ്റിക് സീനാണ് നടക്കാൻ പോകുന്നതെന്ന്. എന്നാൽ അതിന് പകരമായിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചേനിയുടെ തലയിലായിട്ട് അവിടുത്തെ റൂഫിൻ്റെ മണ്ടയിൽ നിന്ന് കുറച്ച് വെള്ളം വീഴുന്നുണ്ടായിരുന്നു. അത് കറക്റ്റ് അവളുടെ തലയിലായിട്ട് തന്നെ വന്ന് വീഴും. ഇവിടെയായിട്ട് നമ്മുടെ ചേനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൾ ഒന്നും നോക്കത്തില്ല, പെട്ടെന്ന് തന്നെ ജിയോങ്ങിൻ്റെ മുഖത്തിട്ട്
ഇട്ടിട്ട് നല്ലൊരു ഇടി അങ്ങ് വെച്ചു കൊടുക്കും. അവൻ്റെ കണ്ണാടിയൊക്കെ തെറിച്ചു പോവും. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ് ആയിരുന്നാലും ചേനിക്ക് വേണ്ടിയിട്ട് അവളുടെ സാധനങ്ങളെല്ലാം പറക്കി ആ സ്യൂട്ട് കേസൊക്കെ നല്ലതുപോലെ അടച്ചു വെച്ചു കൊടുക്കും. എന്നിട്ട് അവളുടെ അടുത്തൊരു കാർഡ് കൊടുത്തിട്ട് പറയും, ഇതാണ് എൻ്റെ ഒഫീഷ്യൽ ലോയർ, നിനക്ക് എന്ത് കോമ്പൻസേഷൻ വേണമെങ്കിലും ഇതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി, ആൾ നടത്തി തരൂ എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ മുത്തശ്ശീനെയാണ്. മുത്തശ്ശിയാണെങ്കിൽ ചേനീനെ വിളിച്ചിട്ട് പറയും, മോളെ നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ട്, നീ എപ്പോഴാണ് വീട്ടിലോട്ട് വരുന്നതെന്ന്. എന്നാൽ ചേനി ഇവിടെയാണെങ്കിൽ മുത്തശ്ശിക്ക് റിപ്ലൈ ഒന്നും കൊടുക്കത്തില്ല. അവൾ പ്ലാൻ ചെയ്യുന്നത് തന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ. എന്നാൽ അവളുടെ കയ്യിലാണെങ്കിൽ പറയത്തക്ക രീതിയിൽ ക്യാഷും ഇല്ല. അങ്ങനെ നമ്മുടെ ചേനിയാണെങ്കിൽ വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. അവൾ നേരെ വരുന്നത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള റോബിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെയായിട്ട് നമ്മളുടെ ആ മിസ്റ്റർ സോണും ഉണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ചേനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ ഓരോ ലക്ഷം രൂപ വെച്ചിട്ട് ഇൻഡിവിജ്വലായിട്ട് തരാം. എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപ വരാൻ പോവുകയാണ്, പക്ഷെ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, എന്നാൽ മാത്രമേ എൻ്റെ കയ്യിൽ ക്യാഷ് വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളുടെ പ്ലാനൊക്കെ പറയാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മളുടെ ജിയോങ്ങിനെ കാണിക്കും. അവൻ നിൽക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ മുകളിലത്തെ നിലയിലുള്ള ലേഡിയാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി വന്നിട്ട് നമ്മളുടെ ജിയോങ്ങിൻ്റെ അടുത്ത് വന്ന് വഴക്ക് പറയാൻ തുടങ്ങും. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു സുന്ദരനും സുമുഖനുമാണ്, എന്നാൽ നിങ്ങൾ എന്തിനാ രാത്രി ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്, മനുഷ്യന്മാർക്ക് കിടന്ന് ഉറങ്ങണ്ടേ, മര്യാദയ്ക്ക് കിടന്ന് നിങ്ങൾക്ക് ഉറങ്ങിക്കൂടെ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ഈ ജിയോങ്ങിനെ നല്ലതുപോലെ വഴക്ക് പറയും. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ്ങിൻ്റെ റൂം കണ്ട നമ്മൾ തന്നെ അന്തം വിട്ടുപോകും. ഇവൻ എന്തിനാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ആലോചിച്ചിട്ട്. അതായത് ഇവൻ എന്തോ ഒന്ന് മറച്ചു വെക്കാനുണ്ട്, ഇവൻ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ചെയിനിനെയും ടീമിനെയാണ്. ഇവിടെയായിട്ട് ചെയിനി പറയുന്നത് തന്നെ, എൻ്റെ കയ്യിലുള്ള പ്ലാൻ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ടുപേരും മാസ്ക് ഇടുക, എന്നിട്ട് ഒരു ഗൺ എടുത്തിട്ട് എനിക്ക് പോയിന്റ് ചെയ്ത് എന്നെ കൊല്ലാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കണം, എന്നിട്ട് നേരെ അത് മുത്തശ്ശിക്ക് അയച്ചു കൊടുക്കണം. മുത്തശ്ശിയപ്പോൾ നിങ്ങൾ എത്ര രൂപയാണോ ചോദിക്കുന്നത് ആ പൈസ എല്ലാം അയച്ചു തരും. അതാണ് എൻ്റെ മാസ്റ്റർ പ്ലാൻ. ഇത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് അവർ ആ പ്ലാനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അങ്ങനെ ഒഴിഞ്ഞൊരു ബിൽഡിങ്ങിലായിട്ട് വരും. അവിടെ വെച്ചിട്ട് നമ്മളുടെ ഈ മിസ്റ്റർ സോങ് ആയിരുന്നാലും അതേപോലെ റോബിനായിരുന്നാലും ഭയങ്കര ആക്ടിങ്ങാണ് നടത്തുന്നത്. ആദ്യമേ അവർ നല്ല കിടിലമായിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് അവർ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിഞ്ഞ് നിൽക്കുന്നതാണ്. ആ വീഡിയോയ്ക്കകത്ത് ചെറിയ ഒറിജിനാലിറ്റി കുറവൊക്കെ ഉണ്ടായിരുന്നു. അവരത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സെക്കൻഡിൽ തന്നെ നമ്മളുടെ ചീനിയുടെ അവസ്ഥ ഭയങ്കര മോശമാവും. അവൾ തന്നെ മനസ്സിൽ വിചാരിക്കും, ദൈവമേ, ഞാൻ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിന്നിട്ടാണോ മരിക്കാൻ പോകുന്നത്, എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നല്ലോ എന്ന്. അവൾക്ക് വായെടുത്ത് ഇവന്മാരുടെ പേര് വിളിക്കാൻ കൂടി പറ്റത്തില്ല. അങ്ങനെ അവസാനം നമ്മളുടെ ചേനിയുടെ കണ്ണെല്ലാം അങ്ങ് ഫ്രീസായി അവളുടെ തല ഇങ്ങനെ ഒടിഞ്ഞു വന്നങ്ങ് വീഴും. ഇത് കാണുന്നേ നമ്മളുടെ മിസ്റ്റർ സോങ് ആണെങ്കിൽ വന്നിട്ട് പറയും, അഭിനയിച്ചതൊക്കെ മതി, നമുക്കൊന്നും കൂടി വീഡിയോ എടുക്കണോ എന്ന്. എന്നാൽ ഇവിടെയായിട്ട് നമ്മുടെ ചേനിക്ക് ഒരനക്കവും ഉണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ ഇങ്ങനെ ഫ്രീസായിട്ട് നിൽക്കുന്നുണ്ടിട്ട് നമ്മുടെ മിസ്റ്റർ സോങ് ആയിരുന്നാലും അങ്ങ് ഞെട്ടിത്തരിച്ചു പോവും. അവനാണെങ്കിൽ പൾസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നേ മനസ്സിലാവും ചേനിക്ക് ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ഒട്ടും ഇല്ല, അവൾ മരിച്ചുപോയി എന്ന്. ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ മുത്തശ്ശിയായിരുന്നാലും ഇവളെ ഒരുപാട് തവണ വിളിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ കോള് കാണുന്നതും ഇവിടെയായിട്ട് നമ്മുടെ മിസ്റ്റർ സോങ്ങും അതേപോലെ റോബിനും ഒക്കെ പേടിച്ച് വിറച്ചു പോവും. റോബിനാണെങ്കിൽ ഭയങ്കര നിലവിളിയാണ്. കാര്യം എന്താ, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയല്ലേ ഇപ്പം മരിച്ചു കിടക്കുന്നത്. അതേസമയം തന്നെ മുത്തശ്ശിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോലീസ് ഓഫീസറിനെ വിളിച്ചിട്ട് പറയും, എടാ എനിക്കൊരു ഹെൽപ്പ് വേണം, ചേനിയുടെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നീ അവളുടെ ഫോൺ ഒന്ന് ട്രാക്ക് ചെയ്തിട്ട് അവൾ എവിടാണെന്ന് നോക്കിയിട്ട് പറ എന്ന്. അങ്ങനെ അവനാണെങ്കിൽ അവളുടെ ഫോണൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതേസമയം തന്നെ നമ്മളുടെ മിസ്റ്റർ സോങ് ആയിരുന്നാലും അതേപോലെ റോബിനായിരുന്നാലും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ചേനിയുടെ ബോഡീനെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെക്കണോ എന്ന്. ഇവരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഇവളുടെ ബോഡീനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആരും ഒരു പറയുന്നത് വിശ്വസിക്കാനേ പോകുന്നില്ല. ഇവരെന്തായിരുന്നാലും പൈസയ്ക്ക് വേണ്ടിയിട്ട് അവളെ തട്ടിയെടുത്ത് കൊന്നു കളഞ്ഞു എന്നല്ലേ എല്ലാവരും വിശ്വസിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മിസ്റ്റർ സോങ്ങും അതേപോലെ റോബിനും കൂടി കഷ്ടപ്പെട്ടിട്ടായിരുന്നാലും ഇവളുടെ ബോഡീനെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. ഒളിപ്പിക്കാനെന്ന് പറയാൻ പറ്റത്തില്ല, ഇവർ കൊണ്ടുപോകുന്നത് ആ വേസ്റ്റ് കുഴിയില്ലേ അവിടെയായിട്ട് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണല്ലോ ഇപ്പോൾ ഉള്ള മെഡിക്കൽ വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് ഇടുന്നത്. അങ്ങനെ നമ്മുടെ റോബിനും അതേപോലെ മിസ്റ്റർ സോങ്ങും കൂടി ചേർന്നിട്ട് ഇവളെയാണെങ്കിൽ ഒരു കാർട്ടിനകത്തായിട്ട് എടുത്ത് വെച്ചിട്ട് ഉരുട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അവിടെയെങ്ങും ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഇവളെ തള്ളിയിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് അവിടെയായിട്ട് നമ്മുടെ ജിയോങ് വരും. ഇവിടെയായിട്ട് നമ്മുടെ റോബിനാണെങ്കിൽ ഭയങ്കര നിലവിളിയായിരുന്നു. അവനെ എങ്ങനെയെങ്കിലൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് അവൻ്റെ ആ ഒരു സങ്കടമൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ് ആയിരുന്നാലും മിസ്റ്റർ സോങ്ങിനെ കാണുന്നത് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവും. അവൻ ചോദിക്കും, നിങ്ങളല്ലേ ഇന്നലെ വന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്തത് ഇവിടെ ഭയങ്കരമായിട്ട് വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടുന്നു എന്ന്, എന്നിട്ട് നിങ്ങൾ തന്നെ വേസ്റ്റ് ഇടാൻ വന്നതാണോ? അപ്പോൾ നമ്മുടെ മിസ്റ്റർ സോങ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ഞാനിവിടെ ഒരു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വന്നതാ, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന്. എന്നാൽ ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ്ങിന് നല്ല ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ ടോർച്ചൊക്കെ അടിച്ചിട്ട് അവിടെ എല്ലാം പരിശോധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കുന്നത് അതൊന്ന് കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് അവൻ അടുത്തോട്ട് വരുന്നതാ.
ഇവന്മാർക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ ടെൻഷൻ കയറിയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് തന്നെ മനസ്സിലാവത്തില്ല. എന്നാൽ ഇവിടെയായിട്ട് അബദ്ധത്തിൽ ആ ഒരു ട്രോളിയില്ലേ അതുരുണ്ട് ആ വേസ്റ്റ് കുഴിയിലോട്ട് തന്നെ പോവും. അതായത് നമ്മുടെ ചെയിനിയുടെ ബോഡി. നമ്മുടെ റോബിനും അതേപോലെ മിസ്റ്റർ സോങ് ആയിരുന്നാലും നല്ലതുപോലെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ്ങിനാണെങ്കിൽ ഇപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്നത് സാധാരണ വേസ്റ്റ് ഒന്നുമല്ല, അത് ഇവരാണെങ്കിൽ ഒരാളെ കൊന്നിട്ട് ആളെ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന്. ഇവിടെയായിട്ട് ജിയോങ് പറയും, ഓഹോ അപ്പോൾ നിങ്ങൾ കൊലപാതകികളായിരുന്നല്ലേ. ഇത് കേൾക്കുന്നേ നമ്മുടെ മിസ്റ്റർ സോങ് ആയിരുന്നാലും റോബിനായിരുന്നാലും പറയും, അയ്യോ അങ്ങനെയൊന്നുമല്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വെപ്രാളം കാണിക്കുന്നേ. രണ്ടെണ്ണവും കൂടി ഉരുണ്ട് താഴെയായിട്ട് വന്നങ്ങ് വീഴും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ജിയോങ്ങും ഉണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഈ മിസ്റ്റർ സോങ്ങും റോബിനും കൂടി വന്നിട്ട് നേരെ വന്ന് വീഴുന്നത് ചേനിയുടെ ബോഡി എവിടെയാണോ വെള്ളത്തിൽ കിടക്കുന്നത് ആ വെള്ളത്തിൽ തന്നെയായിരുന്നു. അവിടെയായിട്ട് നമുക്കൊരു കാര്യം കൂടി കാണിക്കും. അവിടെയായിട്ട് മറ്റേ മെഡിക്കൽ വേസ്റ്റിലുള്ള ഒരു ലിക്വിഡ് പോലത്തെ സംഭവമില്ലേ അതും വന്ന് വീഴുന്നുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ് പറയുന്നത് തന്നെ, നിങ്ങൾ എന്തായിരുന്നാലും കൊള്ളാം, നിങ്ങളെപ്പോലെ 2 മർഡേഴ്സിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ജിയോങ് ആണെങ്കിൽ ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. നമ്മുടെ ഈ മിസ്റ്റർ സോങ് ആയിരുന്നാലും റോബിനായിരുന്നാലും പറയും, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങൾ ജസ്റ്റ് ഒരു നാടകം കളിച്ചതാ, ഇവർക്ക് എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല, ഹാർട്ട് അറ്റാക്ക് വന്നതോ അങ്ങനെ എന്തോ ആണ്, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. ഇവിടെയാണെങ്കിൽ അവൻ എത്ര പറയാൻ ശ്രമിച്ചിട്ടും ആരും വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. എന്നാൽ ഇവർ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേം അവിടെയായിട്ട് നമ്മുടെ ചെയിനിയുടെ ബോഡിയേ ഉണ്ടായിരുന്നില്ല, അവളിപ്പോൾ മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ് പറയും, നിങ്ങളുടെ കൂടെ മൂന്നാമതൊരുത്തനും കൂടി ഇല്ലേ, അവനല്ലേ ഈ ബോഡീനെ ഇപ്പോൾ ഇവിടുന്ന് എടുത്ത് മാറ്റിയത്. എന്നാൽ നമ്മുടെ മിസ്റ്റർ സോങ്ങും റോബിനും ഒക്കെ പറയും, അയ്യോ അങ്ങനെ ഒരാളില്ല, ചെയിനി ഇതെവിടെ പോയെന്ന് പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങും. ഇവിടെയായിട്ട് നമ്മുടെ ഈ ജിയോങ് ആയിരുന്നാലും പറയും, ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പോലീസിൻ്റെ നമ്പർ എടുത്ത് ഡയൽ ചെയ്തുകൊണ്ട് നിൽക്കുക. നമ്മുടെ മിസ്റ്റർ സോങ് ആയിരുന്നാലും വേണ്ട എന്നൊക്കെ പറയും. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാവുന്നതും അവസാനം കോൾ അങ്ങ് ആ പോലീസുകാരന് ചെല്ലും. ഇവിടെയായിട്ട് നമ്മുടെ ഈ മിസ്റ്റർ സോങ് ആയിരുന്നാലും നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. അതാണെങ്കിൽ കറക്റ്റായിട്ട് പോലീസുകാർ കേൾക്കുകയും ചെയ്യും. ഇവിടെയായിട്ട് നമ്മളുടെ മുത്തശ്ശി പറഞ്ഞ ആ ഒരു എക്സ് പോലീസ് ഓഫീസർ ഇല്ലേ അവനാണെങ്കിൽ നമ്മളുടെ ഈ ചേനിയുടെ ഫോൺ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ അവളിപ്പോൾ ജീജു ഐലൻഡിൽ നിൽക്കുമായിരുന്നു. ഇത് കേൾക്കുന്നേ മുത്തശ്ശി അങ്ങ് ഞെട്ടിപ്പോവും. മുത്തശ്ശി വിചാരിക്കും, ഓഹോ അവൾ എന്നെ പറ്റിച്ചിട്ട് ജീജു ഐലൻഡിലോട്ട് പോയിരിക്കുക അല്ലേ എന്ന്. അതേസമയം തന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മിസ്റ്റർ സോങ്ങും റോബിനും ഒക്കെ നിൽക്കുന്ന ആ വേസ്റ്റ് ഇടുന്ന സ്ഥലമില്ലേ അവിടെയായിട്ട് പോലീസ് എത്തുന്നതാണ്. അവർ വന്നിട്ട് നമ്മളുടെ ജിയോങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, ഇവിടെ എന്താ സംഭവിച്ചത്, നിങ്ങൾ എന്താ കണ്ടത്. അപ്പോൾ നമ്മളുടെ ജിയോങ് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതായത് ആ ഹോട്ടലിലെ മുത്തശ്ശിയുടെ മോളെയാണ് ഇവിടെ ഇവന്മാർ കൊന്നു തള്ളിയത്, അവളിപ്പോൾ ജീവനോടെ ഇല്ല, അവളുടെ ബോഡിയും കാണാനില്ല എന്നൊക്കെ പറയും. ഇവരിതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ മിസ്റ്റർ സോങ് ആയിരുന്നാലും റോബിനായിരുന്നാലും നമ്മുടെ ചേനി എന്നും പറഞ്ഞ് വിളിച്ച് അവളുടെ ബോഡി തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ പോലീസുകാരൻ ചോദിക്കും, നിങ്ങളുടെ പുറകെ നിൽക്കുന്ന ആ പെണ്ണിനെ പറ്റിയിട്ടാണോ നിങ്ങൾ ഈ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ജിയോങ് തിരിഞ്ഞു നോക്കുന്നേ നമ്മുടെ ചേനിയാണെങ്കിൽ പയറ് പോലെ അവിടെ നിൽക്കുക, അവൾക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇത് കാണുന്നേ നമ്മളുടെ ജിയോങ് പറയും, അതെ അതെ ഇവളെ പറ്റി തന്നെ ഞാൻ പറയുന്നതെന്ന്. പെട്ടെന്ന് തന്നെ അവനും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ റോബിനായിരുന്നാലും അതേപോലെ മിസ്റ്റർ സോങ് ആയിരുന്നാലും ഇവളെ കാണുന്നതും ആ സെക്കൻഡിൽ തന്നെ ബോധം കെട്ടങ്ങ് വീഴും. അവർക്ക് വിശ്വസിക്കാൻ കൂടി പറ്റത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ഈ എക്സ് പോലീസ് ഓഫീസറിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അവളുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതേസമയം തന്നെ മുത്തശ്ശി ആയിരുന്നാലും നമ്മുടെ ചേനിയുടെ റൂമിലായിട്ട് വന്ന് അന്വേഷിക്കാൻ തുടങ്ങും. അവിടെയായിട്ട് ചേനി മുത്തശ്ശിക്ക് വേണ്ടിയിട്ടൊരു ലെറ്ററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവളുടെ ആ ഒരു ടെഡി ബിയറിനെ അവിടെ കാണുന്നില്ല. അപ്പം മുത്തശ്ശി ഇവിടെ ഉറപ്പിക്കും അവൾ ഇവിടുന്ന് ഒളിച്ചോടി പോയത് തന്നെയാ എന്ന്. പെട്ടെന്ന് തന്നെ ആ എക്സ് പോലീസ് ഓഫീസറില്ലേ അയാളാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയെ വിളിച്ചിട്ട് പറയും, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ, അവളിപ്പോൾ ജീജു ഐലൻഡിലൊന്നുമല്ല നമ്മുടെ ഈ സ്ഥലത്ത് തന്നെയായിട്ടുണ്ട്, അവളുടെ ഫോൺ ദാ നമ്മുടെ സ്ഥലത്തായിട്ട് എന്നാൽ ലൊക്കേഷൻ കാണിക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജിയോങ് ആയിരുന്നാലും മിസ്റ്റർ സോങ് ആയിരുന്നാലും അതേപോലെ റോബിനായിരുന്നാലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ്. പോലീസിന് തന്നെ ഇപ്പോൾ അറിയത്തില്ല എന്തിൻ്റെ പേരിലാണ് കേസ് എടുക്കണ്ടേ എന്ന്. കാര്യം നമ്മളുടെ ചെയിനിയാണെങ്കിൽ ഇപ്പോൾ പയറ് പോലെ ഇവിടെ നിൽക്കുകയല്ലേ. ഇവിടെയായിട്ട് പോലീസ് ചോദിക്കും, നിങ്ങൾക്കിപ്പോൾ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലല്ലോ. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ് പറയും, സോറി സാർ എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാ, എനിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ചേനീനെയാണെങ്കിൽ ഹോസ്പിറ്റലായിട്ട് അഡ്മിറ്റ് ആക്കുന്നതാണ്. ഇവിടെയായിട്ട് നമ്മുടെ ചേനി പറയും, എടാ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, ഒരു സെക്കൻഡിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഞാൻ വേറെ ഏതോ ഒരു സ്ഥലത്തായിട്ടാണ് പോയത്. എനിക്ക് കണ്ണ് തുറന്നപ്പോൾ ഒരു കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ, ഞാൻ ഏതോ ഒരു ഗുഹയ്ക്കകത്ത് ഇരിക്കുമായിരുന്നു. നിങ്ങൾക്ക് എന്താ തോന്നിയത്, എനിക്ക് എന്ത് പറ്റിയതായിരിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ചേനി പറയുന്നതെന്ന് വെച്ചാൽ ഒരു ലേഡി ആണെങ്കിൽ അവളെ നിന്നിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു, അതിനകത്ത് ഇരിക്കല്ലേ, വേഗം നീ പുറത്തോട്ട് ഇറങ്ങുക എന്ന്. നമ്മുടെ ചേനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അതായത് എക്സ് പോലീസ് ഓഫീസർ പറഞ്ഞ കാര്യമില്ലേ നമ്മുടെ ചേനിയാണെങ്കിൽ ജേജു ഐലൻഡിൽ ഇരിക്കുന്നത് പോലെ കണ്ടെന്ന്.
ഇവിടെയായിട്ട് ചേനിയാണെങ്കിൽ അവളുടെ കൂടെ ഉള്ളവർക്ക് പറയും, നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും മുത്തശ്ശി എടുത്ത് നടന്ന കാര്യങ്ങളൊന്നും പറയരുത്. അങ്ങനെയാണ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ മുത്തശ്ശീനെ നന്നായിട്ട് അറിയാലോ. മുത്തശ്ശി നിങ്ങളെ ജീവനോടെ കുഴിച്ചിടും. മുത്തശ്ശിയുടെ ബോഡി ഗാർഡ്സിൻ്റെ അടുത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ഈ മിസ്സസ് സോങ് ആയിരുന്നാലും അതേപോലെ തന്നെ റോബിനായിരുന്നാലും അതെല്ലാം ഇങ്ങനെ ആലോചിക്കും. ഇവളത് പറഞ്ഞിട്ട് അങ്ങോട്ട് തല തിരിയുന്നതും അവിടെയായിട്ട് നമ്മുടെ മുത്തശ്ശി നിൽക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ഇതെല്ലാം കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ 3 ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ചേനിയായിരുന്നാലും കബോർഡിൽ കയറി ഒളിച്ചിരിക്കും. അതേപോലെ റോബിനും അതേപോലെ തന്നെ നമ്മുടെ മിസ്സസ് സോങ് ഇല്ലേ, 2 പേരും കട്ടിലിൻ്റെ കീഴിലും സോഫയുടെ അടിയിലൊക്കെ ആയിട്ട് കയറി ഒളിക്കാൻ വേണ്ടി നോക്കും. ഇവിടെയായിട്ട് നമ്മുടെ ചേനിയായിരുന്നാലും ആ കബോർഡിൽ കയറി ഒളിച്ചിരിക്കുന്നതും ആ സെക്കൻഡിൽ തന്നെ അവൾ വേറെ ഏതോ സ്ഥലത്തോട്ട് അപ്രതീക്ഷയങ്ങ് പോവും. അവൾ വന്ന് നോക്കുമ്പോൾ അത് ജിയോസെനറ പോലത്തെ ഒരു സ്ഥലമായിരുന്നു. രാജാവും ഭടന്മാരും ഒക്കെ ഉണ്ട്. ഇത് കാണുന്നേ നമ്മളുടെ ചേനിയാണെങ്കിൽ ഭയങ്കരമായിട്ടങ്ങ് പേടിച്ചു പോവും. ഇവിടെയായിട്ട് നമ്മുടെ മുത്തശ്ശിയായിരുന്നാലും റോബിനെയും അതേപോലെ മിസ്റ്റർ സോങ്ങിനെ ആയിരുന്നാലും പിടിച്ചിരുത്തി നല്ലതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയോട് പറയും, ചേനി നീ അവിടെ ഒളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, മര്യാദയ്ക്ക് ഇറങ്ങി വാ എന്ന്. അങ്ങനെ മുത്തശ്ശി വന്നിട്ട് കബോർഡ് തുറന്ന് നോക്കും. എന്നാൽ അവിടെ എങ്ങും നമ്മളുടെ ചേനി ഉണ്ടായിരുന്നില്ല. മുത്തശ്ശിയായിരുന്നാലും ഭയങ്കരമായിട്ട് ഡൗട്ട് അടിക്കും. ഒരു സെക്കൻഡ് വാതിലടച്ചിട്ട് ഒന്നുകൂടി തുറക്കുന്നേയും അതിനകത്തായിട്ട് നമ്മളുടെ ചേനി ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ പുറത്തിറങ്ങിയിട്ട് മുത്തശ്ശിയുടെ പറയും, മുത്തശ്ശി എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഞാൻ നിമിഷ നേരം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോവുക, എനിക്കറിയത്തില്ല എന്താ പറ്റുന്നതെന്ന്, ഞാൻ ആവശ്യമില്ലാത്തൊക്കെ കാണുക എന്നും പറഞ്ഞിട്ട് അവൾ കിടന്ന് കരയും. ഇത് കേൾക്കുന്നേ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അവളെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. അതിനുശേഷം കാണിക്കുന്ന അവിടുത്തെ ആ വേസ്റ്റൊക്കെ എടുക്കുന്ന അങ്കിളിനെ പിടിച്ചുകൊണ്ട് പോയ കുറച്ച് സൂപ്പർ പവേഴ്സ് ഉള്ള ആൾക്കാരില്ലേ, അവരാണെങ്കിൽ അയാളെ പിടിച്ചിരുത്തി നല്ലതുപോലെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതാ. അയാൾക്കിപ്പോൾ അയാളുടെ ഭാര്യ മുമ്പിലിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അയാളുടെ ഭാര്യയോട് സംസാരിക്കും. ഇവിടെയായിട്ട് ആൾ പറയും, അന്ന് ആ പരീക്ഷണം നടത്തിയ കൂട്ടത്തിൽ ഒരു ചെറുക്കനുണ്ടായിരുന്നു, അവൻ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്, അവനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവനിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഈ സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, ഞാൻ അവനെ കണ്ടായിരുന്നു എന്നൊക്കെ പറയും. ഇവിടെയായിട്ട് നമുക്കൊരു ഫ്ലാഷ് ബാക്കും കാണിക്കും. ഒരു വിജനമായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ കുറച്ച് കുട്ടികളെ വെച്ചിട്ട് ഇല്ലീഗലായിട്ട് കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അവിടെ ആയിട്ടുള്ളൊരു ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ദേഹത്തൊക്കെ ഒരു തരം ഇഞ്ചക്ഷൻ കുത്തിവെക്കും. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ പവർ വരും. പലർക്കും പല പവറാണ് വരുന്നത്. ഈ ഡോക്ടറിനെ ആയിരുന്നാലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഈ കുട്ടികളെയൊക്കെ നല്ലതുപോലെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇതിലായിട്ട് ഒരു ചെറുക്കനുണ്ട്. അവൻ്റെ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 39 എന്നും പറഞ്ഞിട്ടാണ്. അവനാണെങ്കിൽ കിട്ടിയിരിക്കുന്ന സൂപ്പർ പവർ എന്ന് വെച്ചാൽ അവൻ്റെ കൈ വെച്ചിട്ട് ഓരോരോ സാധനങ്ങൾ കൺട്രോൾ ചെയ്ത് എടുക്കാൻ പറ്റും. എന്നാൽ ഇവനെ കൊണ്ട് അതത്ര നല്ലതുപോലെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ എപ്പോഴും അവിടെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ചെറുക്കൻ വരും. അവനാണെങ്കിൽ തലയ്ക്ക് നല്ലതുപോലെ പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ഈ കൊച്ചിറക്കനാണെങ്കിൽ നല്ലതുപോലെ വിഷമിക്കും. ഉടനെ തന്നെ നമ്മൾ ഈ രക്ഷിക്കാൻ വന്ന ചെറുക്കനില്ലേ, അവൻ പറയും, നീ വിഷമിക്കാനും വേണ്ട, എനിക്ക് മരണമില്ല, എൻ്റെ പവർ എന്ന് വെച്ചാലേ അത് തന്നെയാ എന്ന്. ഇവിടെയായിട്ട് ഇവന്മാർ 2 പേരും ഭയങ്കര കൂട്ടാവും. ഇവിടെയായിട്ട് പെട്ടെന്ന് തന്നെ കാണിക്കുന്നത് നമ്മളുടെ ജിയോങ്ങിനെയാണ്. അവനിപ്പോൾ ഇതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ തന്നെയാണ് ഞാൻ പറഞ്ഞ 39 എന്ന് പറഞ്ഞ ആ ഒരു കൊച്ചുകുട്ടി. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ്ങിനായിരുന്നാലും അവൻ്റെ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ലേഡി എപ്പോഴും വന്ന് പരാതി പറഞ്ഞതിൻ്റെ റീസൺ ഇപ്പോൾ മനസ്സിലായില്ലേ. അവൻ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ പവർ അൺകൺട്രോൾഡ് ആയിട്ട് ഇങ്ങനെയുള്ള വലിയ വലിയ സൗണ്ടൊക്കെ കേൾപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ചേനീനെയാണ്. അവളുടെ ചെക്കപ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് അവൾക്ക് ചുറ്റും നടക്കുന്നതെല്ലാം ഭയങ്കര മാജിക്കൽ പോലത്തെ കാര്യങ്ങളാണ്. അവളുടെ അസുഖമെല്ലാം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഡോക്ടറിന് പോലും മനസ്സിലാവത്തില്ല ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന്. ഡോക്ടർ എന്നെ വണ്ടർ അടിച്ചിരിക്കുവാണ്. നമ്മുടെ മുത്തശ്ശി ഇതറിയുന്നത് ഭയങ്കര സന്തോഷിക്കും. അതേപോലെ തന്നെ മുത്തശ്ശിക്ക് നല്ല ഡൗട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മുത്തശ്ശിയാണെങ്കിൽ ഒരു ഡോക്ടറിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഈ റോബിനായിരുന്നാലും അതേപോലെ മിസ്റ്റർ സോങ് ആയിരുന്നാലും 2 പേരും ആ വേസ്റ്റ് ഇടുന്ന വെള്ളത്തിൽ വീണിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ ലൈഫിലും ഇപ്പോൾ വേറെ വേറെ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മിസ്റ്റർ സോങ് ആയിരുന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സമയത്ത് അവൻ്റെ കൈയൊക്കെ ഓരോന്നിൽ കയറി അങ്ങ് ഒട്ടിപ്പിടിക്കും. അതേപോലെ തന്നെ റോബിനായിരുന്നാലും ഒരു ക്യാൻ ജസ്റ്റ് ഒന്ന് വലിച്ചെറിയുന്നതാ. അതാണെങ്കിൽ അവൻ്റെ ഭിത്തി പോലും തുളച്ചുകൊണ്ട് 2 ഭിത്തിയും കഴിഞ്ഞിട്ടാണ് അതങ്ങ് പോകുന്നത്. ഇതൊക്കെ കാണുന്ന 2 പേരും നല്ലതുപോലെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ചേനീനെയാണ്. അവളാണെങ്കിൽ മുത്തശ്ശിയുടെ തരുന്ന ഫുഡ് കഴിക്കുമ്പോൾ ചോദിക്കും, എനിക്കിനി എത്ര നാൾ കൂടെ ജീവിക്കാൻ പറ്റുന്നത്, എൻ്റെ സമയം എന്ന് വരെയാ. ഇവിടെയായിട്ട് മുത്തശ്ശി പറയുന്നത് തന്നെ, മോളെ ഒരു കാര്യമുണ്ട്, നിന്റെ അസുഖമെല്ലാം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നീ ഇപ്പം നല്ലതുപോലെ ഹെൽത്തി ആയിട്ടായിരിക്കുന്നത്. ഇത് കേൾക്കുന്നതും ചേനെ നല്ലതുപോലെ ഞെട്ടിപ്പോവും. അവൾ ചോദിക്കും, അപ്പം മുത്തശ്ശി പറഞ്ഞു വരുന്നത് എനിക്കിനി ട്രിപ്പൊക്കെ പോകാവുന്നതാണോ? അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയും, പിന്നെ ഇല്ലേ, നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം,
പക്ഷേ നിന്റെ സ്വന്തം കാശിന്. ഇത് കേൾക്കുന്നേ ചേനി ചോദിക്കും, ഉള്ളി അരിഞ്ഞരിഞ്ഞ് ഞാൻ ഏത് കാലത്ത് പണക്കാരിയാവാനാ? ഇവിടെയായിട്ട് മുത്തശ്ശി പറയും, ഞാൻ നിനക്ക് പൈസയൊക്കെ തരാം, പക്ഷേ നീ ആദ്യമേ നല്ല കുട്ടിയായിട്ട് ജീവിക്കണം. ഞാൻ പറഞ്ഞ ടാർഗറ്റ് എല്ലാം നീ കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു പേപ്പർ എടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും, നീ എപ്പോഴൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നോ, നല്ലതുപോലെ ഫുഡ് കഴിക്കുന്നോ, അപ്പോഴിതിനകത്തുള്ള ഓരോ റൗണ്ടും നീ ഫില്ല് ചെയ്യണം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചേനിക്ക് ഭയങ്കര സന്തോഷമാകും. അവളായിരുന്നാലും അടുക്കളയിൽ വന്നിരുന്നിട്ടായിരിക്കും, എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എൻ്റെ ഹേർട്ട് ഇപ്പോൾ നേരെയായി, പക്ഷേ എൻ്റെ തലയ്ക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണുന്നത്. അതേസമയം പുറകിലായിരുന്നാലും നമ്മുടെ റോബിൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഓരോന്ന് വലിച്ചെറിഞ്ഞ് നോക്കുമായിരുന്നു, അവൻ ഇത്രയ്ക്ക് പവർ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവരെ രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജിയോങ് വരുന്നതാണ്. ജിയോങ് വന്നിട്ട് ചോദിക്കും, നീ ഒരു തവണയാണോ ഇതേപോലെ മരിച്ചിട്ട് ജീവനോടെ വരുന്നത്, അതോ മുന്നേ ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ ചേനിക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ്ങിൻ്റെ ഡൗട്ടെന്ന് വെച്ചാൽ ഇനി ചേനി എങ്ങാണാം വല്ല വണ്ടർ കിഡും ആണോ എന്നാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ് ചിന്തിക്കും, ഒരു പക്ഷേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞതുപോലെ ഇവക്കും ആ പവർ കിട്ടിയതായിരിക്കോ, അതോ എൻ്റെ ആ ഫ്രണ്ട് തന്നെയായിരിക്കോ ഇവള്? എന്നാൽ അവൻ്റെ ഫ്രണ്ടെന്ന് വെച്ചാൽ ഒരു ആൺകുട്ടിയായിരുന്നില്ലേ, എന്നാലും അവനും മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചു വരാനുള്ള കഴിവുണ്ടായിരുന്നു. ഇവൻ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ഇവിടെയായിട്ട് നമ്മുടെ ചേനി പറയും, ഒന്ന് പോടാ അവിടുന്ന്, എനിക്ക് അങ്ങനെയുള്ള പവറൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവനെ ആട്ടി പറഞ്ഞു വിടും. അത് കഴിയുന്നേ നമ്മുടെ ചേനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും, അതായത് ഇവന്മാരെടുത്ത ആ ഒരു വീഡിയോയും അതേപോലെ ക്യാമറയൊക്കെ ആ വെയർ ഹൗസിലായിട്ട് കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ചേനി പറയും, ഞാൻ എന്തായിരുന്നാലും അത് പോയി എടുക്കാം, വേറെ ആരുടെയും കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ പ്രശ്നമാവും. അതേസമയം തന്നെ റോബിനായിരുന്നാലും മിസ്സസ് സോങ്ങിനെ വിളിച്ച് കാര്യം പറയും, അവനും ആ വെയർ ഹൗസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ് ആയിരുന്നാലും ചേനിനെ നല്ലതുപോലെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ജിയോങ് വിചാരിക്കും, ഇവളെ ഒന്നും കൂടെ ഒന്ന് കൊന്നാലോ, ഇവള് തിരിച്ച് വന്നാലോ ജീവനോടെ. എന്നാൽ അവന് ചെറിയ പേടിയും ഉണ്ട്, ഇനി ഒരു പക്ഷേ അവളെ കൊന്നിട്ട് അവളങ്ങ് മരിച്ചുപോയാൽ അവ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ അവൻ ഇവളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചേനി നേരെ ആ വെയർ ഹൗസിലായിട്ട് വരുന്നതാണ്. അവൾ അവിടെ വന്നിട്ട് ആ ക്യാമറ അവിടെ എല്ലാം തപ്പി നോക്കും, എന്നാൽ അത് കിട്ടത്തില്ല. പകരം ആ ക്യാമറ ആണെങ്കിൽ പുറത്തു നിന്ന് വേസ്റ്റ് എടുക്കുന്ന ഒരാൾക്കാണ് കിട്ടുന്നത്. അയാൾ അതെടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതും അവിടെയായിട്ട് നമ്മുടെ ജിയോങ് വരും. അവൻ ആ ക്യാമറയിലെ വീഡിയോ കാണുന്നേ മനസ്സിലാവും, അതായത് നമ്മളുടെ ചേനിയാണെങ്കിൽ യഥാർത്ഥത്തിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ അവനത് കൺഫേം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ജിയോങ് ആണെങ്കിൽ വന്നിട്ട് ആ വെയർ ഹൗസിനെ മൊത്തത്തിൽ അങ്ങ് തവിട് പൊടിയാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അതായത് ചേനിക്ക് എന്തായിരുന്നാലും മരിച്ചു പോയാലും തിരിച്ചു വരാനുള്ള കഴിവുണ്ടല്ലോ, അതിപ്പോൾ കൺഫേം ആയ സ്ഥിതിക്ക് ഇങ്ങനൊരു കാര്യം പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇവിടെ നമ്മളുടെ ജിയോങ്ങിനൊരു കാര്യത്തിൽ തെറ്റി, ഇവൻ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, പകരം നമ്മുടെ മിസ്സസ് സോങ്ങും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവനിതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. നമ്മുടെ ചേനിയായിരുന്നാലും പെട്ടെന്ന് ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. കാര്യം അവൾ നിൽക്കുന്ന ആ വെയർ ഹൗസ് മൊത്തത്തിൽ തകരാൻ പോകുന്നത് പോലെയായിരുന്നു. ഇവിടെ നമ്മളുടെ ചേനി നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മിസ്സസ് സോങ് ആയിരുന്നാലും നമ്മളുടെ ഈ ജിയോങ്ങിൻ്റെ എല്ലാ സൂപ്പർ പവറിനെ പറ്റിയിട്ട് മനസ്സിലാക്കും. അവന് നല്ലതുപോലെ ഈ ഒരു വീട് തകർക്കാനുള്ള കഴിവുണ്ട്, അവനൊരു സൂപ്പർ നാച്ചുറൽ പേഴ്സൺ ആണ് എന്ന്. ഇവിടെയായിട്ട് മിസ്സസ് സോങ് ഇതൊക്കെ കാണുന്നത് പോലെ തന്നെ പുറകിൽ നിന്നിട്ട് വേറൊരുത്തരും കാണുന്നുണ്ടായിരുന്നു. അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പള്ളിയുടെ ആൾക്കാരുടെ കൂടെ നടക്കുന്ന ആ പവറുള്ള ആൾക്കാരിൽ ഒരുത്തനായിരുന്നു. ഇവൻ എന്തിനാണ് ഇവരെ വാച്ച് ചെയ്യുന്നത്, ഇതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മുടെ മിസ്സസ് സോങ് ആയിരുന്നാലും തലനാരിഴയ്ക്കാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അതേസമയം തന്നെ നമ്മുടെ ചേനിനെ കാണിക്കും. അവളായിരുന്നാലും നല്ലതുപോലെ പേടിച്ചു പോയതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ ടെലിപ്പോർട്ടായങ്ങ് പോവും. അവൾ വന്ന് നിൽക്കുന്നത് ചൈനയുടെ ബോർഡറിലായിട്ട് കിടക്കുന്ന ഒരു വള്ളത്തിലായിട്ടായിരുന്നു. ഇവിടെയായിട്ട് കുറച്ച് തീവ്രവാദികളും ഉണ്ട്. അവർ നമ്മളുടെ ചേനിയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് നേരെ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കും. ഇത് കാണുന്നേ നമ്മളുടെ ചേനിക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അവൾ വിചാരിക്കും, ഞാനിപ്പോൾ ഇത് ഏത് സ്ഥലത്താണ് വന്നിരിക്കുന്നത് എന്ന്. ആ ടൈമിൽ തന്നെ നമുക്ക് വേറൊരു കാര്യവും കാണിക്കും. ടി വിയിലായിട്ട് ഒരു ഏൻഷ്യൻ്റ് ഡ്രാമ പ്ലേ ആവുന്നുണ്ടായിരുന്നു. അതിനകത്തായിട്ട് നമ്മളുടെ ചേനിയാണെങ്കിൽ ഹോസ്പിറ്റലിലെ ഡ്രസ്സ് ഇട്ടിട്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലായിട്ട് നിൽക്കുന്നതാണ്. അതായത് ചേനി നേരത്തെ ടൈം ട്രാവൽ ചെയ്ത് പോയതൊന്നുമല്ല, അവൾ ടെലിപ്പോർട്ടായി ഏതോ ഒരു സീരീസിൻ്റെ ഷൂട്ടിൻ്റെ സ്ഥലത്തായിട്ട് ചെന്ന് നിന്നതാണ്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജിയോങ്ങിനെ തന്നെയാണ്. അവനാണെങ്കിൽ അവിടെ എല്ലാം വന്നിട്ട് നമ്മുടെ ചേനിയുടെ ബോഡീനെ നോക്കും. അവൻ യഥാർത്ഥത്തിൽ റിയൽ ആയിട്ട് കാണണമായിരുന്നു ചേനി മരിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ജീവനോടെ വരുന്നത് എന്ന്. എന്നാൽ അവളുടെ പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ജിയോങ്ങിന് മനസ്സിലാവും അവൾക്ക് ടെലിപ്പോർട്ട് ചെയ്യാനുള്ള കഴിവുമുണ്ട് എന്ന്. അതേസമയം തന്നെ വേറൊരു ഡയറക്ടറിനെ കാണിക്കും. ഇയാളെയാണ് നമ്മളുടെ മുത്തശ്ശിയായിരുന്നാലും മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തത്. ആ ആളായിരുന്നാലും മുത്തശ്ശിനെ കാണാൻ വേണ്ടിയിട്ട് അവർക്കൊരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അയാളുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരും. അത് വേറെ ആരുമല്ല, ആ ഒരു ലാബ് നടത്തിക്കൊണ്ടിരുന്ന മെയിൻ ഡോക്ടറും അയാളുടെ കൂടെ തന്നെ പവർഫുൾ ആയിട്ടുള്ള വണ്ടർ കിഡുകളുമായിരുന്നു. ഇവർക്ക് സൂപ്പർ പവേഴ്സ് ഉണ്ട്. ഇയാളാണെങ്കിൽ ഡയറക്ടറിനെ കാണാൻ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ വേറെ ഇതായിരുന്നു, അതായത് ഈ ഡയറക്ടറിനെ കൊല്ലണം. അങ്ങനെ ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ കാണിക്കുന്നത് തന്നെ ആ ഡയറക്ടറിനെ ഇവർ കൊല്ലുന്നതായിട്ടാണ്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സൈനിങ് ഓഫ് MDC.